രാവിലെ തന്നെ ഇത് എവിടേക്കാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കന്യാകുമാരിയിലോട്ടൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വൺ ഡേ ട്രിപ്പിനല്ല കേട്ടോ പോകുന്നത്. ഞങ്ങൾ ഒരു ദിവസം അവിടെ സ്റ്റേ ആണ്, പിറ്റേ ദിവസമായിരിക്കും ഞങ്ങൾ വരുന്നത്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പോയിട്ട് വരാം കേട്ടോ. സത്യം പറഞ്ഞാൽ സംസാരിച്ച് സമയം പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. ട്രെയിൻ വരുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പാണ് കേട്ടോ ഞാനിവിടെ എത്തുന്നത്. ബാക്കിയുള്ളവരെല്ലാം നല്ല കട്ടക്കലിപ്പിലാണ്, കാരണം ഞാൻ ഒത്തിരി ലേറ്റായി. അപ്പോൾ ഇവരെല്ലാവരും എന്നെ ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത്രയും ലേറ്റായത് കൊണ്ടാണെന്ന് തോന്നുന്നു ആരും എന്നെ മൈൻഡ് ആക്കുന്നില്ല ഗെയ്സ്. പിന്നെ സോപ്പിടാനാകെ ഒരു വഴിയുള്ളായിരുന്നു സെൽഫി, അതിലവർ വീണു ഗെയ്സ്. പിന്നെ ചിരിയായി, ബഹളമായി, അങ്ങനെ മൊത്തത്തിൽ ചില്ലായത് ഇപ്പോഴായിരുന്നു. ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടമൊന്നും പോലെ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചു. അനൗൺസ്മെൻ്റ് ഒക്കെ കേട്ടപ്പോഴത്തേക്ക് പിന്നെ സാധനങ്ങളെല്ലാം വാരി പറക്കി എടുത്തത് ട്രെയിനിൽ കയറാനുള്ള ഒരു സന്തോഷത്തിലായിരുന്നു. ഫസ്റ്റിലെ ചിഹ്നം ഓടുന്നത് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തരാവോ എന്തോ. ചിന്നു വലതുകാല് വെച്ച് കയറിയത് കൊണ്ടാണോ എന്തോ എന്തായാലും സീറ്റ് കിട്ടില്ല. തമ്പാനൂർ എത്തിയപ്പോഴാണ് കേട്ടോ എല്ലാവർക്കും സീറ്റ് കിട്ടിയത്. എന്താ വിശപ്പിൻ്റെ വിളി വന്നത് കൊണ്ടാണോ എന്തോ കൊണ്ടുവന്ന സ്നാക്സ് എല്ലാം ഏത് വഴിക്ക് പോയെന്ന് ഒരു ഐഡിയയും ഇല്ല. ഒരു ഹോട്ടൽ പോലും ബുക്ക് ചെയ്യാതെയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. ചെന്നിട്ട് വേണം ഒരു ഹോട്ടൽ തപ്പി പിടിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഏകദേശം കന്യാകുമാരിയുടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടൽ തപ്പിപ്പിടിക്കാന്നുള്ള ഒരു ഐഡിയയിലൊക്കെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. എന്താകുമെന്ന് അറിയില്ല. അങ്ങനെ ഈ ചേട്ടൻ്റെ ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ ഹോട്ടലിലോട്ട് പോയത്. നമ്മുടെ ബഡ്ജറ്റിനുള്ള അതേപോലെ തന്നെ കുറച്ച് ഹൈജീനിക്കായിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ തപ്പിക്കൊണ്ട് നടന്നത്. നമ്മൾ കുറച്ച് ഹോട്ടലിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഹോട്ടലുകളിലൊക്കെ കൂടുതലും ഫുള്ളായി കഴിഞ്ഞു കേട്ടോ. കാര്യം സീസൺ ടൈമിലാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. സൺവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ പുറമേ നിന്ന് കാണുന്ന ഒരു ഭംഗിയൊക്കെ നമ്മൾ റൂമിനകത്തുണ്ടോ എന്നറിയണം. അതേപോലെ നമുക്ക് എല്ലാവർക്കും സ്റ്റേ ചെയ്യാൻ പറ്റിയതാണോ എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റൂമൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല റൂമായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും കിടക്കാൻ പറ്റിയ ബെഡും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. AC റൂമായിരുന്നു. ഭയങ്കര റേറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഹലോ ഗെയ്സ്, അപ്പോൾ ഞങ്ങൾ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ യാത്രയൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 4 മണിയായി കേട്ടോ, വൈകുന്നേരം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാര്യം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ട് നമുക്ക് സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് എല്ലാവരും ഓരോ പൊതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഒഴികെ. എനിക്ക് 5 ആണ് കേട്ടോ ഫുഡ് കൊണ്ടുവന്നേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും കൂടി ആയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ.
പല ടൈപ്പ് കറികളും തോരനും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ശരിക്കും നമ്മളെല്ലാം സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളതേ ഒരുങ്ങുവാണ്. എങ്ങോട്ട് പോകാനെന്ന് പറഞ്ഞാൽ നമ്മൾ കന്യാകുമാരിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുങ്ങുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഫുള്ളൊന്ന് അവിടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. പർച്ചേസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കന്യാകുമാരിയിലേക്ക് നമുക്ക് നടന്നു പോകാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എൻ്റെ മുഖത്തിന് ചേരുന്ന ഒരെണ്ണം എടുത്തോ. അപ്പോൾ ഇതാണ് നമ്മുടെ കന്യാകുമാരിയിലേക്കുള്ള മെയിൻ എൻട്രൻസ് വരുന്നത് കേട്ടോ. അങ്ങനെ കേസ് നമ്മൾ കന്യാകുമാരി എത്തിയിട്ടുണ്ട്. ഓക്കെ, കന്യാകുമാരിയിലെ ഫസ്റ്റ് എൻട്രൻസ് ആണ്. ഞാൻ അതുകൊണ്ട് തൊപ്പി വാങ്ങിക്കാം. കന്യാകുമാരി പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഇഷ്ടം
ഇഷ്ടം പോലെ ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് നമുക്ക് നല്ല വിലക്കുറവിലാണ് കേട്ടോ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടുന്നത്. ഫാൻസി ഐറ്റംസൊക്കെ ഒത്തിരി ഉണ്ട്, നല്ല കളക്ഷൻസൊക്കെയാണ് കേട്ടോ. അപ്പോൾ വന്ന ടൈം നല്ല അടിപൊളി ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ സൺസെറ്റിൻ്റെ ടൈമിലാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം കൂടെ എടുക്കാം. എന്തായാലും വരുന്നവരെല്ലാവരും ഈ ഒരു വ്യൂ കൂടി കാണണം കേട്ടോ. കാര്യം ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ. ഈ വൈകുന്നേരം ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ടിട്ട് ദേ ഇങ്ങനെ ഇരുന്ന് ഇത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇതൊക്കെ ഇരുന്ന് കഴിക്കാൻ എന്താ ഒരു രസമാണെന്നറിയാമോ. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്രയും നേരം ഇവിടെ ഇരുന്നത് സമയം പോയതേ അറിഞ്ഞില്ല. സ്റ്റുഡിയോ എന്തായാലും ഞങ്ങൾ വണ്ടിക്കൂലിയും ചിലവാക്കി വന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടി ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീച്ച് സൈഡിൽ വെച്ചാണ് കേട്ടോ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോണിലും ഞങ്ങൾ ഫോട്ടോ ഒത്തിരി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇതേപോലൊരു ഫോട്ടോ എടുത്ത് നമ്മൾ ഫ്രെയിം ചെയ്ത് ഈ ഷോ കേസ് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഒന്നും നമുക്ക് ഈ ഫോണിൽ കിടക്കുമ്പോൾ കിട്ടത്തില്ല കേട്ടോ.
അഞ്ചു അൻസി അവിടെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോഴത്തേക്കും നമ്മൾ അപ്പോഴേ ഒരു അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ഒരു കട മുഴുവൻ ഇവർ രണ്ടുപേരും മേടിച്ചെന്നാണ് തോന്നുന്നത് കേട്ടോ. നോക്കട്ടെ, ഇത്രയും സാധനങ്ങൾ ഒരു കടയിലേക്കുള്ള സാധനങ്ങളും മേടിച്ച് ഇതെങ്ങനെ ഇനി തിരിച്ചു കൊണ്ടുപോകും? അതാണ് എൻ്റെ സംശയം. ഇതെങ്ങനെ തിരിച്ചു കൊണ്ടുപോകും? ചാക്കുണ്ടോ? ചാക്കുണ്ടെങ്കിൽ ചാക്കിൽ കെട്ടി കൊണ്ടുപോവാം. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഒറ്റയ്ക്കൊക്കെ വരാൻ പറ്റുമെന്ന് തെളിയിച്ചില്ലേ? പാവച്ചി ഒന്ന് മിണ്ടായിരിക്കും. പാവച്ചി പൂക്കി. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഇന്നത്തെ പർച്ചേസിങ്ങും കന്യാകുമാരിയിൽ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ അങ്ങനെ ഏകദേശം കഴിഞ്ഞു. വൈകിട്ട് 3 മണിക്കാണ്, 4 മണിക്കാണ് നമുക്ക് ട്രെയിനിങ്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമുക്ക് രാവിലെ ഇവിടെ നിന്ന് സൺറൈസൊക്കെ കാണാനായിട്ട് ഇറങ്ങണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. എത്ര പെട്ടെന്നാണല്ലേ ഒരു ദിവസം കഴിഞ്ഞ്. രാവിലെ വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, പെട്ടെന്ന് തന്നെ രാത്രിയായതുപോലെ. എന്തായാലും അടിച്ചു പൊളിച്ചു കേട്ടോ. പക്ഷെ ഒത്തിരി നടന്നതൊക്കെ കൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. ദൈവമേ, ഒരു കുഞ്ഞ് ലിഫ്റ്റിന്റെ അകത്ത് ഇത് ഇത്രയും കൂടെ ഇടിച്ച് കയറി. ഇപ്പൊ സാധനങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് വലിയ പാടാണ്. നോക്കിയേ, ഇത്രയും സാധനങ്ങള് ഹോട്ടലിന്റെ പേര് ഈ താക്കോല് നോക്കിയാൽ എഴുതിക്കണം. Oh my God. അയ്യോ, അങ്ങനെ നമ്മളെല്ലാരും എത്തി ഗൈസ്. അയ്യോ, ചത്ത്. ഞങ്ങളങ്ങനെ റൂമിലെത്തിയെങ്കിലും കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഏകദേശം ഒരു 12 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്ത് പോയിട്ട് ചൂട് വെള്ളമൊക്കെ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഒരു ചായയും മേടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ 12 മണിയായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. മിക്ക കടകളൊക്കെ തുറന്നിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളം നമുക്ക് കിട്ടുമെന്നുള്ള സംശയമാണ്. പക്ഷെ ആ വലിയ കടയിൽ നിന്ന് വലിയ കുപ്പി വെള്ളം വേണം. നാളത്തേക്കുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചർച്ചയിലാണ്. ഒരു ചായ കുടിച്ചിട്ട് ചർച്ച തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒപ്പം കുറച്ച് റീൽസൊക്കെ എടുക്കണം. അപ്പോൾ രാത്രി കുറച്ച് റോഡിലൊക്കെ നിന്നിട്ട് റീൽസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു.
ഇനി അത് എടുത്തു തുടങ്ങിയേ. അങ്ങനെ ഒത്തിരി റീൽസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.